ഇന്ന് ഇന്ന് വ്യാഴാഴ്ച ഞങ്ങൾ ഇത് പോവുകയാണ്. തൃശ്ശൂർ പോകണം. തൃശ്ശൂർക്ക് എന്താണെന്നുള്ള വഴിയെ കാണിച്ചതാ. ഞങ്ങളൊരു സംഭവത്തിന് പോകണം. എന്തിനാണെന്ന് ഞങ്ങൾ ഇപ്പൊ കാണിച്ചതാ. ഒരു പുതിയ പദ്ധതി കൊടുക്കണേ. കൂടെ മാറ്റിമറിക്കും കേരളം. നിനക്ക് കാറ് ഓടിക്കാറില്ലല്ലേ? നിനക്ക് കാറ് സ്വന്തമായിട്ട് സിമ്പിളായിട്ടുണ്ട്. നമുക്ക് കടക്ക വീടൊക്കെ വെച്ച് ഒരു കാറ് മേടിക്കണം. ചതിക്കാത്ത ചന്തൂല ഞാനും വരട്ടെ കടുമയ്ക്കാൻ കാട്ടിനുള്ളിൽ ഓസേന ഈ സാധനം കാറി വെച്ചിട്ട് വൈബടിച്ചിട്ട് തബ്ബ പോയത്. സത്യം പറയാ, അത് വേറൊരു മൂടായിരുന്നു. ഒരു പുന്നാരേ എന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നെ. ഇരിങ്ങാലക്കുട തൃശ്ശൂർ റൂട്ട് പറയണ്ടല്ല, മൊത്തം റോഡ് പണി നടക്കണം. റോഡ് മോശമാണ്. അപ്പം മൊത്തം പൊളിഞ്ഞ് പാളീസായി കിടക്കണം. പയ്യെ പോകാനേ പറ്റുള്ളൂ. അതാണ് ടൈം കുറേ എടുത്തു നമ്മൾ പോകാനായിട്ട്. എന്താ പറയുക, നമ്മുടെ നാട്ടിൽ മൊത്തം കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കണായിരുന്നു. ഇങ്ങനെ പയ്യെ പോകാനേ പറ്റുള്ളൂ. പിന്നെ മഴയും കൂടിയാണ്, ചെളി കുഴികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പോയിട്ട് ഞങ്ങൾ ചായ കുടിക്കാനൊരു സ്ഥലം നോക്കി നടക്കുകയാണ്. നമ്മിപ്പോൾ ഉള്ളത് തൈപ്പറമ്പ് ഭാഗത്താണ്. കേച്ചേരി എത്രയും വിട്ട് തൈപ്പറമ്പ് എന്ന നാട്ടിൽ കുറേ ഇങ്ങോട്ട് പോകുന്നു. തൃശ്ശൂരിൽ നിന്നൊക്കെ പോകുന്നു. തൈപ്പറമ്പിൽ നമ്മൾ മുട്ടയൊക്കെ ഏൽപ്പിച്ച നമ്മുടെ ചേട്ടൻ ഭംഗിയായിട്ട് ചാക്കിൽ കെട്ടി മുട്ടയൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. നല്ല അടിപൊളി മുട്ടികളാണ്. നല്ല പോളിഷൊക്കെ ചെയ്ത് നല്ല കല്ലനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളനിയനെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടുകാരനൊക്കെ വന്നിട്ടുണ്ട് കാറിനായി. അപ്പോൾ കാറിൽ പഠിക്കാനൊക്കെ പരിപാടിയാണ്. കോലുമാണ്, നിറച്ച് കോലുമാണ്. അങ്ങനെ നമ്മൾ പോവാണ്. മുട്ടിയും കോലൊക്കെ ഏറ്റി നമ്മൾ മുട്ടിയും കോലെടുത്ത സ്ഥലം ഇതാണ്. നല്ല ഭംഗിയുള്ളൊരു വീട്. ഞങ്ങൾ മുട്ടിയും കോലൊക്കെ എടുത്ത് എന്താ പറയാ, അപ്പോഴത്തേനൊരു 2 മണി ഒക്കെ ആയിട്ടാണ്. 2 മണി 2:30 ഒക്കെ ആയി. അതിന് ശേഷം കാറിൽ മണിച്ചാറിൻ്റെ പാട്ടുകൾ വെച്ചിരിക്കുന്നത്. മണിച്ചാറിൻ്റെ പാട്ട് വെച്ചിട്ട് വെറും വൈബ്. ഒരു ഫ്യൂഷനില്ലേ, ഒരു 45 മിനിറ്റിൻ്റെ ഒരു യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് എൻ്റെ മോനെ, അത് എന്തൊക്കെ പാട്ടാണ്. അതിൽ മണിച്ചാറിൻ്റെ പാട്ട് കേട്ട് വൈബടിച്ച് ഇങ്ങനെ പോന്നു. അങ്ങനെ മണിച്ചാറിൻ്റെ പാട്ടൊക്കെ കേട്ട് നേരെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരിച്ചിറങ്ങി. അത് ഞാൻ എടുത്തോളാം ബാക്കി.
ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ സ്കൂളാണ് GLPS പാപ്പിനോട്ട SM സെൻറ്ററിൽ തന്നെ. അപ്പോൾ ജീവിതത്തിൽ എന്തായി? എൻജിനീയർ ആയില്ല, ഡോക്ടറായില്ല, മാഷായില്ല, വക്കീലായില്ല, ആരായില്ല, പോലീസായില്ല, ഗവൺമെൻറ് ജോലി ഒന്നും മേടിച്ചില്ല. പക്ഷെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ചെണ്ട കൊട്ടാനറിയാം. അപ്പം ചെണ്ട കൊട്ടാനറിയാം. ഞാനപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ കുട്ടികളെ ചെണ്ടമേളം പഠിപ്പിക്കുമെന്ന് ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഫീസൊന്നും നോക്കണ്ട ടീച്ചറെ, നമുക്ക് പറ്റണ പോലെ എനിക്കുള്ള കഴിവ് ഞാൻ കുട്ടികൾക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കും നല്ല രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടിയും കോലൊക്കെ കൊണ്ടുവന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ലോങ് പോയി കാറ് റെൻറ്റിനെടുത്ത് മൊത്തം കൊണ്ടുവന്നു. സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി തന്നെ ഇവിടെ എത്തി. അപ്പോൾ നമുക്കറിയുന്ന ചെണ്ടമേളം നമ്മൾ പഠിപ്പിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. ഇത് കണ്ട, ഇതാണ് ഈ മണി അടിക്കണ ശബ്ദം കേൾക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വീട്ടിലേക്ക് ഓടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കോടയം ചൂടി, ഇപ്പം മഴയുള്ള കോടയം ചൂടി, കണ്ണി കണ്ടവൻ്റെ മാവുമ്പയ്ക്ക് മാങ്ങ എറിഞ്ഞ്, അല്ല കല്ലെറിഞ്ഞ്, ലൂപിക്ക പറക്കി, ജാതിക്ക പൊട്ടിച്ചക്ക ഓടി നടന്നൊരു കാലം. ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ചെറുപ്പം ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ടീച്ചറേന്ന് കൈജാബി ടീച്ചറേന്ന് തല്ലിട്ടിയത്. ഇവിടെ ഒരു മരമുണ്ട്, ആ മരത്ത് വന്ന് കല്ലെറിഞ്ഞെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് തല്ലിട്ടിയത്. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞ്. പിന്നീട് ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു രസം. ഓക്കെ, ബായ്. ചെണ്ടമേളത്തിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ പതിയെ വീഡിയോ കൂടെ അറിയിക്കാം. ഈ കോലൊക്കെ കാണിക്കാം, അതിൻ്റെ ഉള്ളിലുള്ള കോലൊക്കെ കാണിക്കും. ആഹാ.